സുഹൃത്തുക്കളെ, CMB ബിൽട്ടപ്പ് സ്റ്റുഡിയോയിലേക്ക് നിങ്ങൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ മുഹമ്മദ് ഷമീർ, ടൗൺ പ്ലാനർ മോങ്ങം. വീടിൻ്റെ തറ കെട്ടുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നമ്മോട് ചോദിച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്താണ്, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നോക്കണം, എന്നിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇത് ചെയ്യാൻ പാടുള്ളൂ എന്നോട് പറഞ്ഞു കൊടുത്ത്. അപ്പോൾ അത് പറഞ്ഞു കൊടുത്തത് നിങ്ങളും കൂടെ പങ്കുവെക്കുകയാണ്. ആ കൂട്ടത്തിൽ ഒന്ന് രണ്ട് കാര്യം വേറെയും കൂടെ ഈ കൂട്ടത്തൊക്കെ ചേർക്കുകയാണ്. കാരണം നമ്മളൊരു പ്ലാൻ വരയ്ക്കുമ്പോൾ കൃത്യമായി വരക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ കൂടി ആലോചിക്കണം. മക്കളോട്, ഭാര്യയോട്, ഉപ്പയോട്, ഉമ്മയോടൊക്കെ നമ്മൾ കൂടി ആലോചിക്കണം. ഈ കൂടി ആലോചിക്കുമ്പോൾ നമ്മൾക്ക് എന്താവുള്ളൂ, ഒരു യഥാർത്ഥ പിക്ചർ നമുക്കത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഓർക്കാത്ത വിഷയങ്ങളൊക്കെ അവർക്ക് ഓർക്കാനും കഴിയും. പിന്നെ ഇതേപോലെ സ്വന്തം വരയ്ക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത്. സ്വന്തം വരയ്ക്കുമ്പോൾ നല്ലതല്ല എന്ന് പറയുന്നില്ല, പക്ഷേ അതിൽ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു എഞ്ചിനീയറോ ഒരു ആർക്കിടെക്റ്റോ ആകുമ്പോൾ അവർക്ക് ജീവിതത്തിൽ ഇത്രയും കൊല്ലത്തിനിടയിലുള്ള കുറേ പരിചയങ്ങൾ നിങ്ങൾക്ക് ഉള്ള ഡ്രോയിങ്ങിൽ ഒരു മുതൽക്കൂട്ടായി മാറും. അപ്പോൾ ഒരു നല്ലൊരു എഞ്ചിനീയറോ ആർക്കിടെക്റ്റിനെ സമീപിക്കുന്നതായിരിക്കും കൂടുതൽ നന്നാവുക. ഏതായാലും ഈ ഐഡിയകളൊക്കെ നിങ്ങൾ ആദ്യം ഉണ്ടാക്കണം. സാമ്പത്തിക പ്ലാനിങ് നിങ്ങൾ ചെയ്യണം. കുറേ കാര്യങ്ങൾ നമ്മൾ വീടിൻ്റെ ഒരു വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ സ്വയം ചെയ്യാനുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്തു വെക്കണം. പിന്നെ സാധാരണ നിലക്ക് പല ആളുകളും തറ കെട്ടി ഇടുന്ന് കാണാറുണ്ട്. അപ്പോൾ ഈ തറ കെട്ടി ഇട്ട് വെച്ചാൽ അന്നത്തെ ആ കാലത്തെ മോഡൽ മാറും. അതിന് സ്ട്രെങ്ത്ത് കുറയും. ചില ആളുകൾ 8-10 കൊല്ലമൊക്കെ തറ കെട്ടിയിട്ട ആളുകൾ എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ സ്ട്രെങ്ത്ത് കുറയും. അങ്ങനെ ഒരുപാട് വിഷമങ്ങൾ, പ്രയാസവും പിന്നെ സൃഷ്ടിക്കും. അപ്പോൾ പിന്നെ രണ്ടാമത് ചെയ്യേണ്ടി വരും കുറേ കാര്യങ്ങൾ രണ്ടാമത് ചെയ്യുമ്പോൾ. അപ്പോൾ ഏതായാലും ഒരു വീടിൻ്റെ പകുതി പണിയെങ്കിലും പൂർത്തിയാക്കാൻ കഴിയുന്നൊരവസ്ഥയിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ശരിക്കും ഒരു വീടിൻ്റെ തറപ്പണി ആരംഭിക്കാൻ പാടുള്ളൂ. പിന്നെ തറപ്പണി ആരംഭിക്കാൻ നമ്മൾ തീരുമാനിച്ചു, പ്ലാനൊക്കെ വരച്ച് ഒക്കെ റെഡിയായി. അപ്പോൾ പൈസയൊക്കെ റെഡിയായി, കുറ്റിയടിച്ച് അതിന് വാനം കയറുക. മിനിമം ഒരു 60 സെൻറ്റിമീറ്ററെങ്കിലും വാനത്തിന് വീതി വേണം. അതുപോലെ 60 സെൻറ്റിമീറ്ററെങ്കിലും ഹൈറ്റും വേണം. അതൊരു തമ്പ് റൂളാണ്, എഞ്ചിനീയർ റൂളല്ല. ആ തമ്പ് റൂള് എഞ്ചിനീയർ റൂളും സെയിം ആയതുകൊണ്ടാണ് സാധാരണ എഞ്ചിനീയർമാർസ് അങ്ങനെ ഉപയോഗിക്കുന്നതിന് കാരണം. അപ്പോൾ അങ്ങനെ അത് സാധാരണ മണ്ണിലാണ് കേട്ടോ, അത് ഗ്രാവൽ സൈസ് മണ്ണിലാണ് ഈ പറഞ്ഞ അളവുള്ളത്. പിന്നെ അതിനനുസരിച്ച് മണ്ണിൻ്റെ ഘടനയും രൂപവും ശൈലിയും അതിൻ്റെ കയറ്റിറക്കവും ഒക്കെ മാറുന്നതനുസരിച്ച് ഇതിൻ്റെ ഹൈറ്റിൽ നമുക്ക് മാറ്റം വരുത്താം, ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിനും ഈ പറഞ്ഞ പോലെ ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ അതിനെ പറ്റിയ ആളുകളെ നമ്മൾ സമീപിക്കുക. പിന്നെ അതൊക്കെ എടുത്ത് നമ്മൾ റെഡിയാക്കി ഫൗണ്ടേഷൻ കെട്ടുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, മെഷർമെൻറ്റ് കൃത്യമാണോ നോക്കണം. പലപ്പോഴും ഈ മെഷർമെൻറ്റ് തെറ്റിപ്പോയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. സ്ക്വയർ ഫീറ്റിൽ മാറ്റം വരും, മറ്റ് മാറ്റങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ പിരിക്ക് വരും. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഈ പിരിക്ക് മട്ടം നോക്കിയിട്ടുണ്ടോ, പിരിവ് നോക്കിയിട്ടുണ്ടോ എന്നൊക്കെ വെറുതെ പണിക്കാരടുത്ത് പോയി ചോദിച്ചാൽ മതി. നിങ്ങൾ നോക്കി റെഡി ആയിനോ, അത് നിങ്ങൾ മുന്നേ കാട്ടിട്ടോ, ഇങ്ങനെ നോക്കി കറക്റ്റായിനോ എന്ന് ചുമ്മാ പണിക്കാരോട് ചോദിച്ചാൽ മതി. അപ്പോൾ അവരെന്താക്കും, അവർക്ക് തന്നെ പൊതുവേ ഒരു പിന്നൊരു ഉണ്ടാവും, അയാളൊന്നും നോക്കിയെങ്കിലോ അനുസരിച്ച് പേടിച്ചാറായിട്ട് എന്താക്കും, ഇത് പിന്നെ ഒരു നോക്കും. അതേപോലെ വാട്ടർ ലെവൽ ശരിയാണോ എന്ന് ചുമ്മാ ചോദിക്കണം. അതൊന്ന് ചെക്ക് ചെയ്യണം. എപ്പോഴും 1-2 സ്ഥലത്ത് ചെക്ക് ചെയ്ത് നോക്കണം. പലപ്പോഴും ഈ വാട്ടർ ലെവൽ തെറ്റിപ്പോയിട്ട് പിന്നെ രണ്ടാമത് അതിൻ്റെ മുകളിൽ ചുമര് വെക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫ്ലോർ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് പൈസ വെറുതെ പോകുന്ന അവസ്ഥ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്തതിന് അവർ ഉറപ്പ് വരുത്തണം. നമ്മൾ തിരിയുന്ന ഒരാളാണെന്ന് ഓർക്കാൻ തോന്നിയാൽ പിന്നെ എന്താകില്ല, അധികം തെറ്റുകൾക്കൊന്നും ഒരു ശ്രമിക്കില്ല. മറ്റേതെന്തായാലും പണി കഴിയുമ്പോൾ അത് എഞ്ചിനീയർ അങ്ങനെ ആക്കി, അല്ലെങ്കിൽ മറ്റേ കുറ്റിയടിച്ച ആൾ ഇങ്ങനെ ആക്കി, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ആക്കിയതാണ് എന്നൊക്കെ പറഞ്ഞ പോലെ മെല്ലെ തടി വരും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് എന്ത് ചെയ്ത് ഇതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ. പിന്നെ പണിക്കാരെ കുറ്റം പറഞ്ഞല്ലോ കേട്ടോ, ഇനി പോയി ചേർക്കണ്ട. പിന്നെ ഏതായാലും കരിങ്കല്ലാണ് ഇതിൽ ഏറ്റവും ഉത്തമം. കാരണം R.C.C ചിലവ് കൂടും, വീടുകൾക്ക് ചിലവ് കൂടും. ബിൽഡിങ്ങൾക്ക് R.C.C ആണ് ആവശ്യം, ഉത്തമമായത്. അപ്പോൾ വീടുകൾക്കാണെങ്കിൽ കരിങ്കല്ലാണ് ഏറ്റവും ഉത്തമമായത്. മലപ്പുറത്ത് നമ്മുടെ നാട്ടിലൊക്കെ അല്ലെങ്കിൽ കണ്ണൂരൊക്കെ എന്ത് ചെയ്യുന്നത്, വെട്ടുകല്ല് ഉപയോഗിക്കുന്നുണ്ട്. ഈ വെട്ടുകല്ല് യഥാർത്ഥത്തിൽ ഉറപ്പ് കുറവാണ്. പിന്നെ നമ്മൾ ഈ വെട്ടുകല്ല് എങ്ങനെ ഉപയോഗിച്ചു പോകുന്നതെന്നൊരു ഹിസ്റ്ററി ഞാൻ പറയണില്ല, അതിൻ്റെ ഹിസ്റ്ററി എനിക്കറിയാത്തതുകൊണ്ടല്ല. അപ്പോൾ അത് പറഞ്ഞാൽ പിന്നെ ചില ആൾക്ക് വിഷമമാകുമെന്ന് വെച്ചിട്ട് ഞാൻ പറയുന്നില്ല. ഏതായാലും ഉപയോഗിക്കാൻ നല്ലത് കരിങ്കല്ലാണ്. കാരണം 13% വരെ കരിങ്കല്ല് വെള്ളം കുടിക്കുന്ന കരിങ്കല്ലാണ് ഏറ്റവും നല്ല കരിങ്കല്ല്. അതിൽ മേരൊക്കെ വെള്ളം കുടിക്കുന്ന നല്ലതാണ്, കല്ല് മോശം കരിങ്കല്ല് മോശമാണ്. അപ്പോൾ അത് നമുക്ക് നാട്ടിൽ കാണുന്ന മിക്കവാറും കരിങ്കല്ലൊക്കെ ഏകദേശം ഈ 10-13% വെള്ളം കുടിക്കുന്ന കരിങ്കല്ലാണ്. അപ്പോൾ അത് ഉപയോഗിക്കുകയാണെങ്കിൽ എന്തുണ്ടാവില്ല, ഉറപ്പ് കൂടും, പിന്നെ പൊടിഞ്ഞു പോകില്ല, അതിൻ്റെ കൺസിസ്റ്റൻസി കൂടുതലാണ്, ഈട് നിൽക്കുന്ന കൂടുതലാണ്.
അപ്പോൾ അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. ഏതായാലും കല്ല് കാലങ്ങൾ കഴിയുമ്പോൾ മഴയും വെയിലും കൊള്ളു കഴിയുമ്പോൾ കരിങ്കല്ലാണെങ്കിലും ഇനി വെട്ടുകല്ലാണെങ്കിലും അത് അതിൻ്റെ കടയിൽ നിന്ന് മാറി നമ്മൾ പൊട്ടിച്ച് ഉപയോഗിക്കുന്ന സമയത്ത് അതിന് ബലം കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ വെട്ടുകല്ലിനും ബലം ഓട്ടോമാറ്റിക്കലി കുറയും. ആ കുറയുന്ന ബലത്തെ നമ്മൾ അവസാനം ബിൽഡിങ്ങിന് ലോഡ് കുറയില്ല ഒരിക്കലും, സെയിം ആയിരിക്കുമല്ലോ. ബിൽഡിങ്ങിൻ്റെ മുകളിൽ ചുമരിൻ്റെ മുകളിൽ ലോഡ് എപ്പോഴും സെയിം ആയിരിക്കും. അപ്പോൾ ബലം കുറയുന്ന അവസരത്തിൽ ഇത് താങ്ങാനുള്ള ശേഷി വെട്ടുകല്ലിന് ഉണ്ടാവുകയില്ല, ഒരു കാരണം. രണ്ടാമത് കൂടുതൽ വെള്ളം കുടിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വെട്ടുകല്ല്. അപ്പോൾ ഈ വെള്ളം കുടിക്കുന്ന സമയത്ത് വെള്ളം എന്ത് ചെയ്തു, കുടിച്ച വെള്ളം വീണ്ടും പുറത്തൊക്കെ വരിക്കും. അത് പുറത്തൊക്കെ അങ്ങനെ കളഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ സിസ്റ്റം അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താകും, ഈ നമ്മൾ അതിന് മുകളിൽ തേപ്പൊക്കെ ചേച്ച് വൃത്തിയാക്കില്ലേ, ആ തേപ്പ് ഒരു 5, 6, 7, 8 കൊല്ലം കൊണ്ട് അത് പൊളിഞ്ഞു പോകും. ഈ പൊളിഞ്ഞു പോയ തേപ്പ് പൊളിയുകയും ചെയ്യും, കല്ലിന് ബലം കുറയുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പല സാധനം കയറി വെക്കും. മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുതലായിരിക്കും. പുതിയ 2 നിലയൊക്കെ വീടുകയാണെങ്കിൽ പലപ്പോഴും ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. നമ്മളങ്ങനെ പലതും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും ഉണ്ട്. അതുപോലെ കരിങ്കല്ല് തറ കെട്ടുന്ന സമയത്ത് എന്ത് ചെയ്യണം, കരിങ്കല്ലിൻ്റെ തറ കെട്ടുമ്പോൾ 2-3 കാര്യം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു ബേജാറ് കൊണ്ടാണ് സദ്യ പൊതുവെ ആളുകൾ എന്ത് ചെയ്യണത്, ഈ വെട്ടുകല്ല് ഉപയോഗിക്കാനുള്ള കാരണം ഇതാണ്. കരിങ്കല്ല് കെട്ടുമ്പോൾ ചീട് പോലും വെക്കൂല പണിക്കാർ. കാരണം അത് വെക്കൂല, സംഭവം ശരി തന്നെയാണ്. അത് ചില എല്ലാവരും അല്ല, പല പണിക്കാരും അത്രയൊക്കെ ഉഴപ്പത്തരം കാണിക്കും. ആ ഉഴപ്പത്തരം കാണിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യുക, ഈ പണിക്കാരടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. രണ്ടാമത് പിന്നെ ഈ ചീള് വെച്ചോ എന്ന് നോക്കുക, നിങ്ങൾ ചീള് വെക്കണം എന്ന് പറയുക. അതേപോലെ കെട്ടിൻ്റെ മുകളിൽ ഒന്ന് കയറി ഇങ്ങനെ നടക്കുമ്പോൾ കാണാം കല്ലിൻ്റെ അടി ചീള് വെച്ചിട്ടില്ലെങ്കിൽ കെട്ടിന് കല്ലിങ്ങനെ നടക്കും. ആ കല്ലിങ്ങനെ ഇളകി ഇങ്ങനെ ബേജാറാകും. ഓർക്ക് മനസ്സിലായി സംഗതി ഇയാൾക്ക് അറിയുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് കാരണം ഇതൊക്കെ ഇവർ പഠിച്ചിട്ടുണ്ടാകും പണിക്കാർ. ഇവരൊക്കെ ആദ്യം എന്താ പറയുക, പണ്ടത്തെ പറഞ്ഞാൽ കള്ളത്തര പണിയാണ് ആദ്യം പഠിക്കുക, പിന്നെയാണ് നല്ലത് പഠിക്കുക. അങ്ങനെയാണ് എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ നാട്ടിൽ പോയാലും അങ്ങനെയാണല്ലോ, എല്ലാം അങ്ങനെയാണ്. എന്ത് പഠിക്കുമ്പോഴും ആദ്യം കള്ളത്തരേ പഠിക്കുള്ളൂ, പിന്നെ നല്ലത് പഠിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ നോക്കണം കാണുമ്പോൾ തന്നെ പണിക്കാർക്ക് തിരിയുന്ന സംഗതി പണി പാളിയിട്ടുണ്ട്. അപ്പോൾ വിമൂപ്പരെടുത്ത് വിളവൊന്നും നടക്കില്ല എന്ന്. അപ്പോൾ കരാറ് നിങ്ങൾ കൊടുക്കുകയാണ് എന്ത് ചെയ്യണം, പരമാവധി ലാഭം നോക്കരുത്. പൈസ കൊണ്ട് ലാഭം നോക്കരുത്. നല്ല പണിക്കാരനെ കിട്ടിയിട്ട് അവനക്ക് ആണെങ്കിൽ 10 രൂപ കൂടുതലും വേണ്ടിയില്ല കൊടുത്തിട്ട് അപ്പോഴേ പണി വൃത്തിയാവുള്ളൂ. തറപ്പണി പിന്നെ ഈ പറഞ്ഞ പോലെ മോശമായ എന്താവും സംഗതി, എല്ലാ കാര്യവും പാളും. അപ്പോൾ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് ഈ ചീള് വെക്കുന്ന വിഷയങ്ങൾ. വേറൊരു കാര്യം, പിന്നെ അതിൽ തറയുടെ ഹൈറ്റ് എപ്പോഴും ഒരു 2 അടിയെങ്കിലും വേണം. 60 സെൻറ്റിമീറ്ററെങ്കിലും ചുരുങ്ങിയ ഹൈറ്റ് വെക്കണം. ചുരുങ്ങിയത് ഇനി 1 മീറ്റർ ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ 1 മീറ്ററോട് സജസ്റ്റ് ചെയ്യുന്ന ആളാണ്. കാരണം അതിൽ നിന്ന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്നാമത്തെ ഒരു ഗുണം, നനവ് ഉള്ളിൽ വരില്ല. നമ്മൾ പല വീടുകൾക്കും കാണാം വീടിൻ്റെ ചുമര് ഭാഗം അടിഭാഗം നനഞ്ഞു നിൽക്കണം കാണാം. അത് ഈ തറയുടെ ഹൈറ്റ് കുറഞ്ഞിട്ടാണ്. അതുപോലെ അങ്ങനെ നനവുള്ളിൽ വന്നുമ്പോൾ നമ്മൾ പെയിൻറ്റ് പൊളിഞ്ഞു പോകും. തേപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ പൊളിഞ്ഞു പോകും. പിന്നെ ഇതൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് നിന്ന് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ബാഡ് സ്മെല്ലുണ്ടാവും. നമുക്ക് സഹിക്കാൻ കഴിയാത്ത സ്മെല്ല് വരും. എല്ലാ വീടുകളും, എല്ലാ അധിക വീടുകൾക്കും ഇതിങ്ങനെ കൂടുതൽ രോഗമായ വീടുകൾക്കൊക്കെ ഇതിൽ ബാഡ് സ്മെല്ലുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ നമുക്ക് എന്ത് ചെയ്യുക, തറയുടെ ഹൈറ്റ് കൂട്ടി കെട്ടുക. അപ്പോൾ അങ്ങനെ തറയുടെ ഹൈറ്റ് കൂട്ടി കെട്ടി ആ തറക്കാർ പ്രശ്നം. അപ്പോൾ ഈ ചെയ്യണമൊക്കെ ഇങ്ങനെ ചെയ്യണം. സിമെൻറ്റ് കെട്ടണമെന്നില്ല കേട്ടോ, അതൊക്കെ ഡ്രൈ പാക്കിങ് മാത്രം മതി. ഈ ചെയ്തൊക്കെ ഫൗണ്ടേഷനിലാണെങ്കിലും ഇനി തറയിലാണെങ്കിലും ഒക്കെ എന്ത് മതി, ഈ ഡ്രൈ പാക്കിങ് മതി. ഏതായാലും എന്ത് ചെയ്യണം, പിന്നെ ഇത് രണ്ടും ചെയ്യുമ്പോഴും വാട്ടർ ലെവൽ കൃത്യമാണോ ശ്രദ്ധിക്കണം. ഫൗണ്ടേഷൻ കെട്ടുമ്പോഴും തറ കെട്ടുമ്പോഴും ഇത് രണ്ടും അവരോട് ഇടയ്ക്ക് ചോദിക്കുക. അത് ചോദിച്ചാൽ തന്നെ മതി. അപ്പോൾ അല്ലെങ്കിൽ ഒന്നും ഞങ്ങൾ ജസ്റ്റ് വെറുതെ ഏതെങ്കിലും ഭാഗം നോക്കിച്ചാലും മതി. അപ്പോൾ സംഗതി ഉണ്ടാവില്ല. ഈ ഉടായ്പത്തരമൊന്നും പൊതുവെ ആളുകൾ കാണിക്കാൻ നിൽക്കില്ല. പിന്നെ വേറൊന്ന് ബെൽറ്റാണ്. ചില ആളുകൾ ചോദിക്കും ഫൗണ്ടേഷൻ്റെ മുകളിൽ ബെൽറ്റ് ഇടട്ടെ, അതല്ലേ ഉറപ്പ്, അത് ഏറ്റവും അടിയിലെത്തുമ്പോൾ അതല്ല നല്ലത്. ഈ ഫൗണ്ടേഷന് മേലെ ഉറപ്പ് എന്ന് പറയുന്ന ഒരാളോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, അങ്ങനെയെങ്കിൽ അതിന് കമ്പിക്ക് എത്ര വണ്ണം വേണ്ടി വരുമെന്നാണ്. കാരണം കമ്പി വണ്ണം കൂട്ടിയിടണം, കോൺക്രീറ്റ് ഹൈറ്റ് കൂട്ടിയിടണം. കാരണം തറയുടെ വെയിറ്റും കൂടെ ഈ ബെൽറ്റിൻ്റെ മുകളിലേക്ക് വരുമല്ലോ. ഫൗണ്ടേഷൻ്റെ മുകളിൽ ബെൽറ്റ് ഇടുമ്പോൾ തറയുടെ വെയിറ്റും പാടെ എന്ത് സംഭവിക്കും, ഈ ബെൽറ്റിൻ്റെ മുകളിൽ വരും. അപ്പോൾ ഏതെങ്കിലും ഫാൾട്ട് വന്നാൽ താങ്ങാനുള്ള നമ്മൾ ബെൽറ്റ് കൊടുക്കണത്. അപ്പോൾ കമ്പിക്ക് വണ്ണം കൂടണം, കോൺക്രീറ്റിൻ്റെ കട്ടി കൂടണം, വിഡ്ത്ത് കൂടണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തറയുടെ മുകളിലിടുന്ന ബെൽറ്റിൻ്റെ തൊട്ടിരട്ടി ചിലവ് വരും അത്ര പേര് ബെൽറ്റ് ചെയ്യണേന്. അങ്ങനെ ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? പ്രത്യേകമായ ഒരു ഗുണവും അതുകൊണ്ടിട്ടില്ല. ബിൽഡിംഗ് ഒരു നിലക്കും ഉറപ്പ് കൂടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ വസ്തുത. ഏതായാലും അങ്ങനെ ബെൽറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 1:1.5:3 എന്ന M20 കോൺക്രീറ്റ് ചെയ്യണം. 30 സെൻറ്റിമീറ്റർ വീതി മതി. പക്ഷേ ഇത് ബാത്റൂമിൻ്റെ ഭാഗത്തൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ബാത്റൂമിന് കറക്റ്റിനനുസരിച്ച് ചുമര് 10 സെൻറ്റിമീറ്ററാണ് അതിന് കണക്കാക്കിയും, ഇനി അല്ല വെട്ടുകല്ലോ ഇഷ്ടികയോ 20 സെൻറ്റിമീറ്ററിൻ്റെ ആണെങ്കിൽ അതിനെ കണക്കാക്കിയും എന്താവണം, ബെൽറ്റ് കറക്റ്റ് ചെയ്തിടണം. 30 സെൻറ്റിമീറ്റർ വീതി എന്ത് ചെയ്യാൻ പാടില്ല, ബാത്റൂമിൻ്റെ ഭാഗത്ത് ഉള്ളിൽ കൊടുക്കാൻ പാടില്ല. അപ്പോൾ അതൊക്കെ അറിയുന്നൊരു എഞ്ചിനീയർ ഉണ്ടാവുന്നതാണ് ഏറ്റവും നന്നാവുക. അപ്പോഴാണ് ഇതിന് മട്ടം പോലെ ആവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ കുത്തി പൊട്ടിക്കേണ്ടി വരും. പിന്നെ അങ്ങനെ അപ്പോൾ കമ്പി പിന്നെ കാണും, ഒക്കെ ഒരു പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ നമുക്ക് ഏറ്റവും നല്ലത് എന്താണ്, ബെൽറ്റ് ഇതുപോലെ ഈ സിസ്റ്റത്തിൽ ബാത്റൂമിൻ്റെ ഭാഗത്ത് നല്ല കറക്റ്റായിട്ട് ഇടുന്നതാണ്.
അപ്പോൾ ഇതൊക്കെ ഫൗണ്ടേഷൻ്റെ മുകളിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അല്ല കൃത്യമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. ഫൗണ്ടേഷൻ അടിയിലാകുമ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും ആവില്ല. മാത്രമല്ല പടവ് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിൻ്റെ മുകളിൽ വെച്ച് വെട്ടുകല്ലോ ഇഷ്ടികയാണ് വെച്ച് കിട്ടിയാൽ മതി. പിന്നെ മൂന്നാമത്തെ വേറൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, ഈ ബെൽറ്റ് ഇടുന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ സിമെൻറ്റ് എടുത്ത് തേക്കണ്ട. ചില ആളുകൾ എന്ത് ചെയ്യും, ബെൽറ്റ് ഇടുന്നതിന് മുമ്പ് തന്നെ അതിന് ഫുള്ള് ടോപ്പ് ലെവൽ ചെയ്ത് സിമെൻറ്റ് ഇടും. അപ്പോൾ ഈ സിമെൻറ്റ് ഇട്ട് കഴിയുമ്പോൾ ഒരു 6 എന്നൊക്കെ നമ്മൾ അതിന് ഒരു 6 എന്നൊക്കെ സാധാരണ നമ്മുടെ കേസിൽ 6 അല്ലെങ്കിൽ 10 എന്നൊക്കെയാണ് സാധാരണ ഇതിന് സിമെൻറ്റ് കൂട്ടിയിടാറ്. അപ്പോൾ ഇത് സിമെൻറ്റ് കൂട്ടിയിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ നമ്മൾ കൂട്ടുന്ന സിമെൻറ്റ് എത്രയാണ്, പിന്നെ 1:3 അല്ലെങ്കിൽ 1:4 എന്തോ ആട്ടെ, ഏത് പ്രൊപ്പോർഷൻ ആണെങ്കിലും അതിനേക്കാളും മേലുള്ള പ്രൊപ്പോർഷനാണ് മുകളിലിരിക്കുന്നത്. അപ്പോൾ ഈ കരിങ്കല്ലുമായിട്ട് യഥാർത്ഥത്തിൽ ബന്ധം വേണ്ട കോൺക്രീറ്റിനെ ഇല്ലാതെയാക്കി പ്ലാസ്റ്റർ ചെയ്യുകയാണ്. ആ സ്ഥാനത്ത് ഇപ്പോൾ നിങ്ങൾ ബെൽറ്റ് ഇടുന്നില്ല എങ്കിൽ മുകളിൽ നിങ്ങൾ ഇട്ടോളി, കുഴപ്പമൊന്നുമില്ല. ബെൽറ്റ് ഇടുന്നുണ്ട് എങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അതിൻ്റെ മുകളിൽ കൂടെ പ്ലാസ്റ്റർ ചെയ്യാൻ പാടില്ല. അതുപോലെ ഇതെന്ത് ചെയ്യണം, നല്ലോണം ചാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളം നിൽക്കുന്ന അല്ലെങ്കിൽ നനയാൻ പറ്റുന്ന നനവ് ഉണ്ടാകുന്ന ക്യൂറിങ് ഉണ്ടാകുന്ന രീതിയിൽ നല്ലപോലെ ക്യൂറിങ് ചെയ്യണം ഈ ബെൽറ്റൊക്കെ. പിന്നെ മണ്ണ് നല്ലോണം ഫുള്ള് നിറക്കണം. നല്ലോണം ഫുള്ള് നിറച്ചിട്ട് എന്ത് ചെയ്യണം, അത് ഫുള്ളും വെള്ളം അടിച്ച് പേക്ക് ചെയ്യണം ഫുള്ള്. അപ്പോൾ വെള്ളം അടിച്ചാൽ 2 ഗുണമാണ്. ഈ കെട്ടിൻ്റെ കല്ലിൻ്റെ ഗ്യാപ്പൊക്കെ ഉണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. എത്ര ഫില്ല് ചെയ്താലും ഉറപ്പുണ്ടാവും. ആ ഗ്യാപ്പ് കൂടെ ഒക്കെ മണ്ണ് ഇറങ്ങി പോകും. രണ്ടാമത്തെ വേറൊരു ഗുണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ മണ്ണ് വെള്ളം അടിച്ച് കഴിയുമ്പോൾ, മണ്ണിൽ വെള്ളം അടിച്ച് കഴിയുമ്പോൾ ഈ മണ്ണൊന്ന് താഴ്ന്ന് ഇരിക്കും. ഇരുന്നാൽ നമുക്കെന്താകും, മണ്ണ് സെറ്റായി കിട്ടും. സെറ്റായുള്ള ഒരു ഗുണം, ഈ നമ്മുടെ വീടിൻ്റെ കുത്തൊക്കെ വെക്കൂലേ, മെയിൻ സ്ലാബിന് കുത്തൊക്കെ വെക്കൂലേ, അല്ലെങ്കിൽ ബെൽറ്റിൻ്റെ ഇൻറ്റിലൊക്കെ കുത്ത് വെക്കൂലേ, ഈ കുത്തൊക്കെ വെക്കുന്ന സമയത്ത് എന്താവും, മണ്ണ് താഴത്തേക്ക് താഴ്ന്നു പോകില്ല. അപ്പോൾ അങ്ങനെ ഒരു ഏറ്റവും വലിയ ഗുണമുണ്ട്. മറ്റേ കുത്തൊക്കെ താഴ്ന്നു പോയാൽ എന്താവും, അത് അവിടെ സ്ലോപ്പൊക്കെ വരും, റൗണ്ട് ഷേപ്പൊക്കെ വരും. അപ്പോൾ അതൊക്കെ പിന്നീട് നമുക്ക് വലിയ അസൗകര്യമാകും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നിസ്സാരമായ ഒരു 10 കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ എന്താവും, ഒരു വീടിൻ്റെ തറപ്പണിയല്ല ഒരു മട്ടം പോലെ ആയി കിട്ടും. വീണ്ടും ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് വീണ്ടും ഉണർത്താം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതായാലും നമ്മൾ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് എന്ന് മാത്രം ഉണർത്തുന്നു. സ്നേഹത്തോടെ മുഹമ്മദ് ഷമീർ.